ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതര സംഖ്യയെക്കുറിച്ചാണ്. ഒരു പ്രത്യേകതരം പുതിയ സംഖ്യയെക്കുറിച്ച്. അതായത് ഈ ചങ്ങായി ഉണ്ടല്ല, മുസ്ലിം രാജ്യമായ യുഎയിൽ ഇരുന്നുകൊണ്ട് വളരെ തന്റെ ഇടത്തോടുകൂടി വളരെ വൃത്തികെട്ട രീതിയിൽ ഇറാനെയും പലസ്തീനെയും കുറ്റം പറയുകയാണ്. ഈ ചങ്ങായിന്റെ പേരാണ് ശ്രീജിത്ത് ബാബു. പണ്ട് മറ്റേ സരിഗമപ എന്നുള്ള പരിപാടിയില്ലേ, ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഈ ചങ്ങായി പറയുന്നത്. ഫേസ്ബുക്കിൽ 2 ലക്ഷത്തിന് അടുപ്പിച്ച് ഫോളോവേഴ്സ് ഒക്കെ ഈ ചങ്ങായിക്കുണ്ട്. പക്ഷെ എന്ത് കലാകാരനായിട്ടും ലേശം പോലും മനുഷ്യത്വവും ബോധവും വിവരവും ഈ ചങ്ങായിക്കില്ല. എന്തായാലും ആദ്യം തന്നെ ഇവൻ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാലോ. ഞാനിത് കേട്ടിട്ടുണ്ടല്ല, ആകെ ഞെട്ടിപ്പോയി. ഇവൻ യു എയിൽ ഇരുന്നുകൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതാണ് ഞാൻ ആലോചിച്ചത്. എന്തായാലും നമുക്ക് ഇവൻ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ആ പൊക്കി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം കേട്ടിട്ട് വരാം. എടാ ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഈ രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയും, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യാനും വാറിനും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇറാനെ നോക്കിയേ, ഏജാതി എന്തൊരു വലിയ രാജ്യം ഇറാനൊക്കെ. എന്നിട്ട് ഈ പറയപ്പെടുന്ന ഇസ്രായേൽ ഫൈറ്റ് ചെയ്ത് തോക്കാതെ നശിച്ചു പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ പിറകിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ കേട്ടല്ലോ ഈ വേട്ടാവളിയും പറഞ്ഞത്. ഇസ്രായേല് ദൈവത്തിന്റെ രാജ്യമല്ലോ, അതുകൊണ്ടാണ് ഇസ്രായേലിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തതെന്നാണ് ഈ വേട്ടാവളിയും പറയുന്നത്. എനിക്ക് ഈ സംഖ്യയോട് ഒറ്റൊരു കാര്യം ചോദിക്കാനുള്ളൂ. ഏത് ദൈവമാണ് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഗർഭിണികളൊക്കെ കൊല്ലുന്ന ഒരു രാജ്യമില്ലേ, ആ രാജ്യത്തിന്റെ കാവൽക്കാരനായി നിൽക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു ദൈവം സംരക്ഷിക്കുമെന്നും കാവൽക്കാരനായി നിൽക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നീ ഇപ്പം പറഞ്ഞ ദൈവം ഉണ്ടല്ല, ആ ദൈവം ഉണ്ടല്ല നല്ല കണക്കിന് കൊടുക്കും. എന്തിനെന്നറിയാം? ഇസ്രായേൽ ഇതുവരെ ചെയ്ത ക്രൂരതയില്ലേ, ആ ക്രൂരതൊക്കെ കണക്ക് പറഞ്ഞിട്ട് മാത്രമേ നെതന്യാഹുവിനെ ഈ നാട്ടിൽ നിന്ന് തിരിച്ച് അദ്ദേഹം അങ്ങോട്ടേക്ക് വിളിക്കുള്ളൂ. അതുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ദൈവത്തിന്റെ രാജ്യാന്തരം പറ്റി അധികം പൊക്കളെ അളക്കല്ലാട്ടാ നീ. പിന്നെ നീ ഇപ്പം തള്ളുന്ന ഇസ്രായേൽ ഉണ്ടല്ല മിന്നിച്ചു പോകുന്നത് അമേരിക്കയില്ലേ, അമേരിക്ക എന്ന രാജ്യം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട്, അവരുടെ പിന്നാലുള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ഇങ്ങനെ മിന്നിച്ചു പോകുന്നത്. അഥവാ ഇസ്രായേലിന്റെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേൽ ചെയ്യുന്ന ഈ ക്രൂരതയില്ലേ, ആ ക്രൂരതക്കെതിരെ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കില്ല ഇസ്രായേലിന്റെ പൊടി പോലും ഈ ഭൂമിയിൽ കാണാനുണ്ടാവില്ല. എന്നിട്ട് പോലും പലസ്തീൻ എന്ന ഒരു പാവപ്പെട്ട രാജ്യത്തോട് മുട്ടി നിൽക്കാൻ വേണ്ടി നിന്റെ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പലസ്തീനെ ഇപ്പം തീർക്കും തള്ളാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നിന്റെ നെതന്യാഹു. ഇനി നമുക്ക് ഈ സംഘിക്കുട്ടൻ അടുത്തതായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കട്ട. ആ കാര്യം കേട്ടപ്പോഴാട്ടാ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. അതായത് ഇവരുണ്ടല്ല കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഗർഭിണികളൊക്കെ ഇല്ലാതാക്കിയ ഇസ്രായേലിനെ അങ്ങ് വെളുപ്പിക്കുകയാണ്. അത് എവിടെ ഇരുന്നുകൊണ്ട്? മുസ്ലിം രാജ്യമായ യുഎയിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വെളുപ്പിക്കുകയാണ്. കൂടെ പലസ്തീനും ഇറാനെയും വല്ലാതെ അങ്ങ് കുറ്റം പറയുകയാണ് ഈ വേട്ടാവളിയ സംഘി. പലസ്തീൻ അങ്ങോട്ട് പോയിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങോട്ട് വന്നിട്ട് പലസ്തീനെ ആക്രമിക്കുന്നതെന്ന് ഈ വേട്ടാവളിയും പറയുന്നത്. നമുക്കെന്തായാലും ഈ വേട്ടാവളിന്റെ ആ വൃത്തികെട്ട വർത്താനം കൂടി കേട്ടിട്ട് വരാം. ഇസ്രായേൽ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഏകദേശം 35,000 വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ സേവ് ഗാസ എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ബഹളം ഉണ്ടാക്കിയതും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ 2023 ഒക്ടോബർ 7 ഇസ്രായേൽ പാലസ്തീൻ ഭീകരന്മാരുള്ള ഹമാസ് നടത്തിയ നരവേട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതോ ഓർമ്മയുണ്ടായിട്ടും മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അന്ന് സേവ് ഗാസയ്ക്ക് പകരം സ്റ്റോപ്പ് വാർ എന്ന് പാലസ്തീന്റെ അടുത്ത് പറഞ്ഞേ. പലസ്തീന്റെ ആക്രമണം ഒഴിവാക്കണം, ആക്രമണം നിർത്തണമെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞേ. അന്ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണം എന്ന് പറയുമ്പോൾ വെറും ഒരു ആക്രമണമല്ല, അന്ന് വരെ ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹീനമായ അറ്റാക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിസൈലിംഗ് മാത്രമല്ല, എയർ സ്ട്രൈക്ക് മാത്രമല്ല, നേരിട്ട് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി കണ്ണി കണ്ടവരെ എല്ലാം പരലോകത്തേക്ക് അയക്കാം. പിഞ്ചു കുട്ടികളെ അടക്കം, മുതിർന്ന പൗരന്മാരെ അടക്കം, പെൺകുട്ടികളെ ഒന്നും വെറുതെ വിടാതെ എല്ലാവരും തല്ലിക്കൊന്നു. ആലോചിച്ച് നോക്കിയേ, ഇത്ര ഹീനമായ പ്രവൃത്തികൾ കാണിച്ച ഹമാസ് പലസ്തീൻ ഭീകരന്മാർ അന്ന് ഇസ്രായേലിന് മാത്രമല്ല പണി കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ കൂടിയാണ് അന്ന് നമ്മൾ അപകടത്തിലാക്കി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമിച്ചു, ഇപ്പൊ ഇന്ത്യ ആക്രമിച്ച് നമ്മൾ വെറുതെ ഇരിക്കും? ഇസ്രായേൽ ജനങ്ങളെ ഉറങ്ങി കിടന്നവരെ ഒരു സ്പെഷ്യൽ ഡേയിൽ കടന്നു കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആൾക്കാരെ വെറുതെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ ചേർത്ത് നിൽക്കും, അവർക്ക് അറ്റാക്ക് ചെയ്തേ പറ്റൂ. അവർക്ക് നിയർ ബൈ ആയിട്ടുള്ളത് ഗാസ സ്ട്രിപ്പാണ്. ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി നിരങ്ങി ജീവിക്കുന്ന സ്ഥലം. അവിടേക്കാണ് മിസൈൽ ആക്രമണം. നേരിട്ടുള്ള ആക്രമണമല്ല, മിസൈൽ ആക്രമണം. ആ ആക്രമണത്തിൽ ഒരുപാട് പേര് മരിച്ചു. ഏകദേശം 35,000-ലധികം ആളുകൾ മരിച്ചു. കുറെ കുട്ടികൾ മരിച്ചു. എല്ലാവരും എപ്പോഴും പറഞ്ഞ കാര്യം, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി ഇസ്രായേൽ എങ്ങനെ അറ്റാക്ക് ചെയ്തത്? അവർ നേരിട്ട് അതിക്രമിച്ച് അറ്റാക്ക് ചെയ്യുമല്ല, എയർ സ്ട്രൈക്കിലൂടെ മിസൈലിലൂടെ അറ്റാക്ക് ചെയ്യുക. ആ സമയത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ മാറ്റിയിരുത്താൻ പറ്റും? ഇൻ കേസ് കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്താൻ വിചാരിച്ചാൽ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെയും കൊച്ചു കുഞ്ഞുങ്ങളെ ഷീൽഡ് ആയിക്കൊണ്ട് മറയാക്കിക്കൊണ്ട് സ്കൂളുകളുടെ അടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിന്റെ അടിയിരുന്നാണ് ഈ പറയപ്പെടുന്ന ഭീകരൻ ഹമാസ് അറ്റാക്ക് ചെയ്തത്. അവരെ പിന്നെ എങ്ങനെ വധിക്കും? ഒരു കള്ളം 100 തവണ 1000 തവണ 10,000 ആളുകൾ പറയുമ്പോൾ സത്യമാകുമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ സത്യം തന്നെ. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പരസ്യമായ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം മീഡിയാസ് പോലും ഇതൊന്നും പുറത്തു പറയില്ല. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. ആ സമയത്താണ് ഈ കാഷ്വാലിറ്റീസ് എല്ലാം ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ അവർ ചൊറിയുന്നു, ഇസ്രായേൽ തിരിച്ച് മാറ്റുന്നു. പലസ്തീൻ ജനത അവരുടെ നാട്, ദേശം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ന്യായീകരിക്കുന്നു കേട്ടു. അതിന്റെ ചരിത്രങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. 1948 മുതലല്ല മനുഷ്യനുണ്ടായ കാലം മുതലാണ് ചരിത്രം. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഈ വേട്ടവളിന് അവിടെ കിടന്ന് പറയുന്ന കേട്ടാ ഇസ്രായേലി എന്നും ജൂതന്മാരുടേതാണെന്ന്. അങ്ങനെ ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേലിലേക്ക് വെറുതെ പലസ്തീൻ അങ്ങോട്ട് പോയിട്ട് ചൊറിയുകയാണെന്നാണ് ഈ വേട്ടാവളയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ ചൊറിയുന്നത് കൊണ്ടാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നതെന്ന് യു എയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വേട്ടാവളിയും പറയുന്നത്. സമ്മതിക്കണം പ്രഭോ, സമ്മതിക്കണം. ഇവനേക്കിടല്ല, സമ്മതിക്കണം. എനിക്ക് ഇവൻ പറഞ്ഞതിൽ
ഏറ്റവും വലിയ സങ്കടമായതുണ്ടല്ല ഇസ്രായേൽ ഉണ്ടല്ല പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇവൻ എത്ര മനോഹരമായിട്ടാണ് ന്യായീകരിച്ച് മെഴുകിയത്. പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേലിന്റെ മുന്നിൽ മനുഷ്യ ഷീൽഡാക്കി നിർത്തുന്നത് കൊണ്ടാണ് ഇസ്രായേൽ ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നതെന്നാണ് ഇവൻ കണ്ടുപിടിച്ച ന്യായീകരണം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ഇല്ലാതാക്കിയ ഇത്ര മനോഹരമായിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ന്യായീകരിക്കാൻ വേണ്ടി ഇവനെ പോലത്തെ സംഘിക്കല്ലാണ്ട് വേറെ ആരെക്കൊണ്ടും പറ്റുമോ? എന്നിട്ട് ഇവനുണ്ടല്ല ഇസ്രായേലിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളില്ലേ അവർക്ക് വേണ്ടി വല്ലാണ്ട് കണ്ണീര് പൊഴിക്കുന്നുണ്ട്. അത് പലസ്തീൻ ചെയ്തത് വളരെ തെറ്റട്ടാ. അങ്ങനെയൊന്നും പലസ്തീൻ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇസ്രായേലിന് എന്ത് വേണമെങ്കിലും ഉണ്ടല്ല പലസ്തീന്റെ മുകളിൽ ചെയ്യാം. അങ്ങനെയാണ് ഈ വട്ടാവളി സംഘി പറയുന്നത്. വിവരവും ബോധവും ഇല്ലാത്ത സംഘിക്കുട്ട, നിന്നോട് ഞാൻ ഒരു കാര്യം പറട്ടെ. ജൂതന്മാർക്ക് കയറി കിടക്കാൻ ഇടം കൊടുത്ത രാജ്യമാണ് പലസ്തീൻ. അതാണ് അവർ ചെയ്ത അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനുണ്ടല്ല ഇപ്പൊ പലസ്തീൻ മാത്രമല്ല ഇറാനും മറ്റുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. ഈ സത്യമായ ചരിത്രം അല്ലാണ്ട് നീ എന്ത് പുതിയ കണ്ടുപിടുത്തമാണ് അടുത്ത വീഡിയോകളിൽ പറയുമെന്ന് വല്ലാണ്ടൊക്കെ തള്ളുന്നത്. ഇവനൊക്കെയുള്ള കുറച്ചു കാലം കൂടി യു എയിൽ നിന്ന് കഴിഞ്ഞാൽ യു എ വരെ ജൂതരാജ്യമാണെന്ന് പറയൂ. അതുമല്ലെങ്കിൽ ഇവന് കുറച്ച് സംഖ്യകളും കൂടി അത് ഹിന്ദു രാജ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ. ഞാൻ നിങ്ങളുടെ മറ്റൊരു കാര്യം പറട്ടെ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സംഖ്യകളില്ലേ അവരെ നമ്മൾ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. അവരൊക്കെ ഉണ്ടല്ല അന്നം തരുന്ന ഇസ്രായേലിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലല്ല അവർ സ്നേഹിക്കുന്നത് അമേരിക്കയിലാണ്. സ്വന്തം രാജ്യത്തെ സ്നേഹിച്ചില്ലെങ്കിലും അവർ അമേരിക്കനെയും ഇസ്രായേലിനെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇവനെ പോലത്തെ സംഖ്യകളില്ലേ മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ടല്ല ഒരിക്കൽ പോലും മുസ്ലിം മുസ്ലിങ്ങളെയോ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതേ മുസ്ലിം രാജ്യത്ത് ഇരുന്നുണ്ടല്ല അവർക്കെതിരെ ഇതുപോലുള്ള വൃത്തികേട് മാത്രമേ ഇവനൊക്കെ സംസാരിച്ചിട്ടുണ്ടാവൂ. എന്നിട്ട് ആ മുസ്ലിം രാജ്യത്ത് ഇരുന്നുണ്ടല്ല പരമാവധി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞില്ലേ അവിടുന്ന് ജോലിയൊക്കെ വിട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്താ തള്ളുമെന്നറിയാം. ആ മുസ്ലിം രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ യാതൊരു സ്വാതന്ത്ര്യമില്ല അമ്മാരി വർത്താനം പറയാ. ഇതുപോലുള്ള സംഖ്യയിൽ നിന്നുണ്ടല്ല ഉണ്ട ചോറിനുള്ള നന്ദി ഉണ്ടല്ല ആരും പ്രതീക്ഷിക്കണ്ടാട്ടാ. പിന്നെ ഈ വീഡിയോ കാണാൻ ചില സംഖ്യകളും ക്രിസ്ത്യങ്ങളും എന്നോട് ചോദിക്കും അതെന്താണ് മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അത്ര നിർബന്ധമുണ്ടോന്ന്. ഒരു നിർബന്ധമില്ല. പക്ഷേ ഉണ്ടല്ല വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. അതായത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചതിക്കാതിരിക്കുക. പിന്നിന്ന് കുത്താതിരിക്കുക. എവിടെ സംഘികളോടും ക്രിസംഖികളോടും വേദമോദിട്ട് യാതൊരു കാര്യമില്ല. ഞാനുണ്ടല്ലോ ഇവന്റെ പല വീഡിയോ എടുത്തു നോക്കി. ആ വീഡിയോയിൽ എവിടെയുണ്ടല്ല പലസ്തീനിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടോ ഇറാനിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടോ ഒരിക്കൽ പോലും ഇവ സങ്കടപ്പെട്ടത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ശരാശരി സംഘി എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ചങ്ങായി. അപ്പൊ ശ്രീജിത്ത് എന്ന പേരുള്ള യു എയിൽ ജോലി ചെയ്യുന്ന ചാണക സംഘി എനിക്ക് നിന്നോട് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. ദൈവത്തിന്റെ രാജ്യം ഏതായിരിക്കുമെന്നും ദൈവം ആരുടെ കൂടിയായിരിക്കുമെന്നും കാലം തെളിയിക്കും. അതുമാത്രമല്ല പലസ്തീനിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചാൽ നിനക്കുള്ളതും ദൈവം തന്നിരിക്കും മിസ്റ്റർ ശ്രീജിത്തെ. പിന്നീടല്ല ഇവനെപ്പോഴത്തെ വൃത്തികെട്ടവന്മാരുടെ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോഴല്ല അപ്പൊ തന്നെ നമ്മളെ പകുതി മൈൻഡും അങ്ങ് ഇല്ലാണ്ടായി പോകും. അപ്പൊ പിന്നെ ഞാനല്ല ഇതിൽ കൂടുതലൊന്നും ഈ വേട്ടാവളിനെ പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നാൽ എന്റെ ഒരു അത്ഭുതം എന്നറിയാം യു എയിൽ ഇരുന്നു കൊണ്ടൊക്കെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇവന്റെയൊക്കെ മൈൻഡ് എത്രമാത്രം വൃത്തികെട്ടതായിരിക്കും. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി പലസ്തീനും ഇറാനും പിന്നെ അന്വേഷിക്കപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.